അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് ഇനി അതിൽ കുറച്ച് വേർഡ് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 63. പേജ് നമ്പർ 63. നമ്മൾ അഡീഷനിലും സബ്ട്രാക്ഷനിലും വേർഡ് പ്രോബ്ലംസ് പഠിച്ചില്ലേ? അതിൽ ആ എക്സാമ്പിൾ പറഞ്ഞില്ലേ? നവീന്റെ സ്വീറ്റ്സിന്റെ കേസ്. ഓക്കെ, ആ എക്സൈസ് 1.4 അല്ലേ ഇനി ചെയ്യാനുള്ളത്? അതിൽ ഓരോ ക്വസ്റ്റ്യനും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അന്നേരം എന്ത് ചെയ്യണം എന്ന് വെച്ചാല് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് ആ ക്വസ്റ്റ്യന്റെ അടുത്ത് തന്നെ പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് അതിന്റെ ആൻസർ അപ്പൊ തന്നെ പറഞ്ഞു തരണേ കേട്ടല്ലോ? ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. There are 4 eggs in a crate. There are 4 eggs in a crate. Then how many eggs will be there in 9 such crates? എന്താ crate എന്ന് പറഞ്ഞാല്? എന്താ crate എന്ന് പറഞ്ഞാൽ? CRATE. അറിയോ? എന്താ crate എന്ന് അറിയോ? നിങ്ങള് കടയിൽ സാധനം വാങ്ങാൻ പോയിട്ടുണ്ടോ? അന്നേരം മുട്ട വച്ചിരിക്കുന്ന ഒരു കൂട കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറക്കി പറക്കി വെച്ചിരിക്കുന്നേ കണ്ടിട്ടുണ്ടോ? അതിനെയാണ് crate എന്ന് പറയുന്നത്. ഓക്കെ, there are 4 eggs in a crate. There are 4 eggs in a crate. How many eggs will be there in 9 such crate? ഒരു ക്രേറ്റില് 4 eggs ഉണ്ട്. ഒരു ക്രേറ്റില് 4 eggs ഉണ്ട്, 4 മുട്ടയുണ്ട്. അങ്ങനെയുള്ള 9 എണ്ണത്തില് എത്ര എണ്ണം ഉണ്ടാവും? വെയിറ്റ്, പറഞ്ഞുതരാം. Listen here. ഓക്കെ, ഒന്നാമത്തെ ക്രേറ്റിനകത്ത് 4 എണ്ണം. ഒന്നാമത്തെ ക്രേറ്റിനകത്ത് 4 എണ്ണം. രണ്ടാമത്തെ ക്രേറ്റിനകത്ത് 4 എണ്ണം. മൂന്നാമത്തേനകത്ത് 4 എണ്ണം. അഞ്ചാമത്തേനകത്ത് 4 എണ്ണം. ആറാമത്തേന് 4 എണ്ണം. ഏഴാമത്തേന് 4 എണ്ണം. എട്ടാമത്തേന് 4 എണ്ണം. ഒമ്പതാമത്തേന് 4 എണ്ണം. ഈ 9 times 4 മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? 9 into 4 അല്ലേ? 9 times 4 മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ 9 into 4 എന്ന് പറയുന്നത്. എത്രയാ 9 into 4? എത്രയാ 9 into 4? എത്രയാ മാളവിക 9 into 4? 36. അപ്പൊ അതിന്റെ ആൻസർ എത്രയാ? അതിന്റെ അടുത്ത് തന്നെ എഴുതി വെച്ചോ. 9 into 4 equal to 36. ക്വസ്റ്റ്യന്റെ അടുത്ത് തന്നെ 9 into 4 36 എന്ന് എഴുതി വെക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Each boy collects 5 stamps. How many stamps will 6 boys collect? എന്താ സ്റ്റാമ്പ് എന്നറിയോ? ആർക്കൊക്കെ അറിയാം സ്റ്റാമ്പ് എന്താന്ന്? STAMP, സ്റ്റാമ്പ്. കണ്ടിട്ടുണ്ടോ സ്റ്റാമ്പ്? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ലെറ്റർ അയക്കാൻ അറിയോ? ആർക്കെങ്കിലും ലെറ്റർ അയച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ഫോണില് ഇത് എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ ടൈപ്പ് ചെയ്യുന്നതല്ല. പേപ്പറിൽ ലെറ്റർ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പോസ്റ്റ് ഓഫീസിൽ പോയിട്ട്
ഉണ്ടാവില്ല, ചാൻസ് ഇല്ല. ഗ്രീറ്റിംഗ് കാർഡ് അയക്കാറുണ്ടോ ക്രിസ്മസിനും ന്യൂ ഇയറിനും? ഗ്രീറ്റിംഗ് കാർഡ് എന്താണെന്നറിയോ? കണ്ടിട്ടുണ്ടോ ഗ്രീറ്റിംഗ് കാർഡ്? ക്രിസ്മസ് വിഷ് ചെയ്യാനും ന്യൂ ഇയർ വിഷ് ചെയ്യാനും ഒക്കെയുള്ള കാർഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ അതൊന്നും കാണാൻ ചാൻസ് ഇല്ല. ഇപ്പൊ അതൊന്നും ഇല്ല. പണ്ടൊക്കെ ഈ ഫോണും മൊബൈലും ഒക്കെ വരുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ലെറ്റർ അയക്കും, കത്തയക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് എന്താ നമുക്ക് പറയാനുള്ളതെന്നും ഇവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് എന്ത് ചെയ്യും? ഒരു പോസ്റ്റ് കവർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു ഓറഞ്ച് കളറിലുള്ള കവർ അല്ലെങ്കിൽ ഒരു തവിട്ട് കളറിലുള്ള കവറൊക്കെ ഒക്കെ പോട്ടെ, നിങ്ങൾ കല്യാണത്തിന് അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പൈസ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? കല്യാണത്തിന് പൈസ കൊടുക്കുന്ന ഒരു കവറിലിട്ടിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? അതുപോലുള്ള കവറിനകത്ത് നമ്മൾ എഴുതിയ ഈ ലെറ്റർ മടക്കിയിട്ട് വെക്കും. എന്നിട്ട് ആ കവർ അങ്ങ് ഒട്ടിക്കും. ഒട്ടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, പോസ്റ്റ് ഓഫീസ് അറിയോ? പോസ്റ്റ് ഓഫീസ് കേട്ടിട്ടില്ലേ? പോസ്റ്റ് ഓഫീസ് കേട്ടിട്ടില്ലേ? പോസ്റ്റ് ഓഫീസ് പോയിട്ട് നമ്മൾ ആ കത്ത് പോസ്റ്റ് ബോക്സിൽ ഇടണം. പോസ്റ്റ് ബോക്സ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു ചുവന്ന കളറിലെ തപാൽ പെട്ടി എന്ന് പറയും. പണ്ടൊക്കെ എല്ലായിടത്തും പോസ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പിന്നെ മേലെ ഒരു സാധനം ഉണ്ടാവും, ഇങ്ങനെ തുറന്ന് ഒന്നും ഇങ്ങനെ അമർത്തിയാൽ ഉള്ളിലേക്ക് കത്തിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം. അടിയിൽ നിന്ന് പോസ്റ്റ് മാസ്റ്റർക്ക് തുറന്നിട്ട് ആ കത്തൊക്കെ കളക്ട് ചെയ്യാനുള്ള ഒരു ഡോർ ഉണ്ടാവും. അങ്ങനെ ഒരു ചെറിയൊരു സാധനമാണ് പോസ്റ്റ് ബോക്സ്. അപ്പൊ അതിനകത്ത് ഇടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ആർക്കാണോ ലെറ്റർ എഴുതുന്നത് ആ കിട്ടേണ്ട ആളുടെ അഡ്രസ്, ഇപ്പം ആരുടെ ഹന്നയുടെ ആണെങ്കിൽ ഹന്ന വർഗീസ്, ഡോട്ടർ ഓഫ് വർഗീസ്. പിന്നെ ഹന്നയുടെ സ്ഥലം നീലിരിങ്ങാണോ ചെമ്പുലഞ്ഞാണോ? നീലിരിങ്ങ. ഓക്കെ, നീലിരിങ്ങ, വയക്കര. പിന്നെ പാടി ഒട്ടിച്ചാൽ PO, പിൻ, ഒരു പിൻ നമ്പർ ഒക്കെ ഉണ്ട്. 67353353 എന്നൊക്കെ പറഞ്ഞിട്ട് പിൻ നമ്പർ ഒക്കെ ഉണ്ട്. അതൊക്കെ എഴുതിയിട്ട് അഡ്രസ് ഒക്കെ, ഇപ്പൊ ഞാൻ ഹന്നയ്ക്ക് കത്ത് എഴുതുന്നതാണെങ്കിൽ ഹന്നയുടെ അഡ്രസ് ആ കവറിന്റെ മേലെ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല്, ആ ലെറ്ററിന് എത്ര ദൂരത്തേക്കാണോ പോണ്ടേന്നും അതിന്റെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് പോസ്റ്റ്മാൻ എന്ത് ചെയ്യും? ഒരു സ്റ്റാമ്പ് തരും. ഇത്ര രൂപയുടെ, ഒന്നുകിൽ 5 രൂപയുടെ സ്റ്റാമ്പ് അല്ലെങ്കിൽ 10 രൂപയുടെ സ്റ്റാമ്പ്. സ്റ്റാമ്പ് നമ്മൾ അതിന്റെ മേലെ റൈറ്റ് സൈഡിൽ ഒട്ടിച്ചു വെക്കും. എന്നിട്ട് വേണം ഈ കത്ത് പോസ്റ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ കത്ത് പോസ്റ്റ് ചെയ്യാനും ലെറ്റർ പോസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡൊക്കെ നമ്മൾ പണ്ട് അങ്ങനെ അയക്കാറുണ്ട്. ഫ്രണ്ട്സിനൊക്കെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്മസിനും ന്യൂ ഇയറിനും മെയിനായിട്ട് ആ സമയത്ത് അയക്കാം. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാവും. ആ ഗ്രീറ്റിംഗ് കാർഡൊക്കെ നമ്മൾ ഇതുപോലെ പോസ്റ്റ് ചെയ്യും. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാമ്പ് ഒട്ടിക്കും അതിന്റെ മേലെ. അപ്പൊ പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുള്ള മെയിനായിട്ടുള്ള ഹോബി ആയിരുന്നു സ്റ്റാമ്പ് കളക്ഷൻ. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ലെറ്റേഴ്സും കാർഡൊക്കെ ഇല്ലേ, പോസ്റ്റലായിട്ട് വരുന്ന എന്ത് സാധനത്തിന്റെ മേലെയും സ്റ്റാമ്പ് ഉണ്ടാവും. അപ്പൊ ഈ സ്റ്റാമ്പ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. ഒരുപാട് തരത്തിലുള്ള സ്റ്റാമ്പ് ഉണ്ട്. 1 രൂപയുടെ സ്റ്റാമ്പ്, 2 രൂപയുടെ സ്റ്റാമ്പ്, 5 രൂപയുടെ, 10 രൂപയുടെ, 20 രൂപയുടെ, 50 രൂപയുടെ, 100 രൂപയുടെ ഒക്കെ സ്റ്റാമ്പ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റാമ്പ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്ത് വെക്കും. പണ്ടത്തെ മെയിൻ ആയിട്ടുള്ള കളക്ഷൻ ആയിരുന്നു സ്റ്റാമ്പ് കളക്ഷൻ. കോയിൻ കളക്ഷൻ ഒക്കെ പോലെ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ലെറ്ററും ഇല്ല, പോസ്റ്റും ഇല്ല, ഒന്നും ഇല്ലാത്തത് കൊണ്ട് സ്റ്റാമ്പ് കളക്ഷനും ഇല്ല. എന്താ മിൻഹാജെ? പള്ളിത്തെ പരീക്ഷരം എനിക്ക് പള്ളിന്ന് സ്റ്റാമ്പ് കിട്ടീന്. സ്റ്റാമ്പ് കിട്ടീനാ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടുമല്ലോ ചിലപ്പോ. ഈ പിന്നെ NSSന്റെയും NCCയുടെയും അതിന്റെയൊക്കെ സ്റ്റാമ്പ് 5 രൂപയുടെ ഒക്കെ. ഇപ്പൊ ഇല്ല അല്ലെ? പണ്ടൊക്കെ
പക്ഷെ അത് നമുക്ക് പോസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പോസ്റ്റൽ സ്റ്റാമ്പ് വേറെ തന്നെയാണേ. അപ്പോ പണ്ടുള്ളവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി ആയിരുന്നു ഈ സ്റ്റാമ്പ് കളക്ഷൻ. ഒരേപോലെയുള്ള സ്റ്റാമ്പ്സ് കുറെ കളക്ട് ചെയ്തിട്ട് ഒരു ബുക്കിൽ ഒട്ടിച്ചു വെക്കുക. അത് മുഹമ്മദ് ടി ഒരു സ്റ്റാമ്പ് കാണിച്ചു തരുന്നുണ്ട്, കണ്ടോ എല്ലാരും? ഒന്ന് കാണിച്ച മോനെ. അത് ഏതിന്റെയാ? NCCയുടെയാ? അതിന്റെ മേലെ NCC എന്നാണോ എഴുതിട്ട് കാണുന്നേ? ഏതിന്റെ അത് കാണുന്നില്ലല്ലോ. അത് സ്കൂളിൽ നിന്ന് കിട്ടുന്നതല്ലേ? ആ, കണ്ടോ എല്ലാരും? ആ സ്റ്റാമ്പ് പക്ഷേ അത് നമുക്ക് പോസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പോസ്റ്റൽ അഡ്രസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഷിഫാന എന്താ കാണിച്ചേ? സ്കൂളിൽ നിന്ന് കിട്ടുന്ന തന്നെയായിരിക്കും. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ മെയിൻ ഒരു ഹോബി ആയിരുന്നു സ്റ്റാമ്പ് കളക്ഷൻ. മിസ്സിനൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു സ്റ്റാമ്പിന്റെ. മിസ്സൊക്കെ ഒരുപാട് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. മിസ്സിന്റെ അങ്കിളിനും വല്യമ്മയ്ക്കും പിന്നെ അച്ഛനും ഒക്കെ, ഗ്രാൻഡ് ഫാദറിനൊക്കെ ഒരുപാട് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട്സിന് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മുന്നേ വരെ, ഞാൻ ഡിഗ്രിക്കോ മറ്റോ പഠിക്കുന്ന സമയത്ത് വരെ എൻ്റെ ഒരു ഫ്രണ്ട് ഹൈദരാബാദ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ചുമ്മാ ഒരു രസം തോന്നി ലെറ്റർ അയക്കാൻ വേണ്ടി. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു, നീ ഒരു ലെറ്റർ എഴുതി ഇങ്ങോട്ട് അയക്ക്, എന്റെ അഡ്രസ്സ് തരാന്ന് പറഞ്ഞിട്ട് വെറുതെ, ഒന്നും പറയാനൊന്നുമില്ല, വെറുതെ ഒരു പേപ്പറിൽ എന്തൊക്കെയോ എഴുതിയിട്ട് ലെറ്റർ അയച്ചു. ഒരു രസം. അങ്ങനെ ആ ഫ്രണ്ട് എനിക്ക് റിപ്ലൈ അയച്ചു. അങ്ങനെ കുറച്ചു കാലം ഞങ്ങൾ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ലെറ്റർ ഒക്കെ അയക്കാൻ. നമ്മൾ അയക്കുന്നതിന്റെ മറുപടി വെയിറ്റ് ചെയ്യുക, അവരെന്താ പറയുന്നതെന്ന് നോക്കാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പൊ പണ്ടത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഹോബിയാണ് സ്റ്റാമ്പ് കളക്ഷൻ. സ്റ്റാമ്പ് എന്താന്ന് മനസ്സിലായോ? കണ്ടിട്ടില്ലെങ്കിലും പറയുമ്പോ ഏകദേശം എന്താന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോ നിങ്ങളുടെ ക്ലാസ്സിലെ 5 പേര് ആരൊക്കെയാ? ഒന്ന് അദ്വൈത്, മിൻഹാജ്, എറിക്കും, നാഫിയും പിന്നെ ഷിഹാസും. 5 പേര് കൂടിയിട്ട് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നു. ഒരാളും കൂടി വേണല്ലോ, ഷെഹസാദും. ഓക്കെ, 6 പേര് കൂടി സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ സ്റ്റാമ്പ് ഒന്നും അധികം കിട്ടാത്തതുകൊണ്ട് ഓരോരാൾക്കും 5 സ്റ്റാമ്പ് ഇതേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി, ഓരോരാൾക്കും 5 സ്റ്റാമ്പ് വീതം കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നിങ്ങളുടെ കയ്യിൽ എത്ര സ്റ്റാമ്പ് ഉണ്ടാകും? എങ്ങനെ കണ്ടുപിടിക്കും? അദ്വൈതിന്റെ കയ്യിൽ 5 സ്റ്റാമ്പ്. പിന്നെ ആരായിരുന്നു? മിൻഹാജിന്റെ കയ്യിൽ 5 സ്റ്റാമ്പ്. എറിക്കിന്റെ കയ്യിൽ 5 സ്റ്റാമ്പ്. പിന്നെ ആരാ? ഷിഹാസിന്റെ കയ്യിൽ 5 സ്റ്റാമ്പ്. ഷഹസാദിന്റെ കയ്യിൽ 5 സ്റ്റാമ്പ്. പിന്നെ ആരോ ഒരാളും കൂടി മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരായിരുന്നു? നാഫിയുടെ കയ്യിൽ 5 സ്റ്റാമ്പ്. ഇവരുടെ 6 പേരുടെ കയ്യിൽ 5 സ്റ്റാമ്പ് വീതമുണ്ട്. ഈ 5 സ്റ്റാമ്പ് 6 തവണ കൂട്ടുന്നതിന്, ആഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ എന്ത് പറയുന്നേ? 6 times 5 ആഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ എന്ത് പറയുന്നത്? 6 into 5. അപ്പൊ ടോട്ടൽ എത്ര സ്റ്റാമ്പ് ഉണ്ടാവും? 6 into 5 എത്രയാ ടെസ്സാ? 6 into 5. ബുക്ക് മറിച്ച് നോക്ക. 6 into 5 എത്രയാ? 6 into 5. 6 5s are 6 5s are തിരക്കാക്കണ്ട, ആലോചിച്ച് പറഞ്ഞാ മതി. 6 5s are 6 5s are 6. 6 5s are 6 ആണോ? 30. വെരി ഗുഡ്. 6 5s are 30. അപ്പൊ ടോട്ടൽ ഇവരുടെ കയ്യിൽ എത്ര സ്റ്റാമ്പ് ഉണ്ട്? There are 30
stumps. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ നേരെ നിങ്ങൾ എന്താ എഴുതണ്ടേ? ക്വസ്റ്റ്യന്റെ നേരെ ഇത് എഴുതി വെച്ചാൽ മതി. 6 into 5 is equal to 30. ടെക്സ്റ്റ് തന്നെ എഴുതിക്കോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 6 5s are 30. Okay, then next question, third one. There are 8 boxes. There are 8 boxes. Each box has 5 oranges in it. How many oranges are there in all? നിങ്ങൾ ഫ്രൂട്ട്സിന്റെ ഷോപ്പിൽ പോകുമ്പോ ഫ്രൂട്ട്സ് ഒക്കെ ബോക്സിനകത്ത് ഇട്ട് വെച്ചിട്ട് കാണുന്നില്ലേ? അങ്ങനെ ഒരു ഷോപ്പില് 8 ബോക്സ് ഉണ്ട്. ചെറിയ ചെറിയ ബോക്സ് ഉണ്ട് 8 എണ്ണം. അങ്ങനെ ഓരോ ബോക്സിലും 5 ഓറഞ്ചസ് വീതമുണ്ട്. എത്ര ബോക്സ് ഉണ്ട്? 8 ബോക്സ് ഉണ്ട്. ഓരോ ബോക്സിലും 5 ഓറഞ്ചസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ടോട്ടൽ എത്ര ഓറഞ്ചസ് ഉണ്ടാവും? 8 ബോക്സില് 5 ഓറഞ്ചസ് വീതം ഉണ്ടെങ്കിൽ എത്ര ഓറഞ്ച് ഉണ്ടാവും? എത്രയാണ് ആഫി? 40. എങ്ങനെ 40 കിട്ടിയേ? എങ്ങനെയാ അമനക്ക് എങ്ങനെയാ 40 കിട്ടിയേ? 5ഉം 6ഉം ഗുണിച്ചു. 5ഉം 6ഉം ആണോ? 5ഉം 8ഉം അല്ലേ? 5ഉം 8ഉം ഗുണിച്ചു. ഓക്കെ, 5ഉം 8ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 40 കിട്ടി. അതായത് 8 times 5 ആഡ് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. 8 times 5 ആഡ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? 8 into 5. അപ്പൊ മൂന്നാമത്തെ ആൻസർ എത്രയാ? 8 into 5 is equal to 40. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ നേരെ എന്താ എഴുതണ്ടേ? മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ നേരെ എന്താ എഴുതണ്ടേ? 8 into 5 40. ഇത് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. There are 10 mango trees in one row. How many mango trees will be there in 10 such rows? നിങ്ങൾ മാന്തോട്ടം കണ്ടിട്ടുണ്ടോ? മാവിന്റെ തോട്ടം കണ്ടിട്ടുണ്ടോ? തെങ്ങിൻ തോപ്പ് കണ്ടിട്ടുണ്ടോ? കവുങ്ങിൻ തോട്ടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതുപോലെ മാവിന്റെ തോട്ടം ഉണ്ടാവും പണ്ട്. മാവ് കൃഷി ചെയ്യുന്ന സ്ഥലം, അതായത് കുറേ മാവ് എന്താ? മാങ്ങ പിടിക്കുന്ന മരം അല്ലെ? മാവ് ഒരുപാട് മാവ് നട്ടുപിടിപ്പിച്ചിട്ട് വലുതായി മാങ്ങ പറിച്ചെടുക്കുന്ന സ്ഥലമുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. മിസ്സിന്റെ അച്ഛന്റെ തറവാടിന്റെ സ്ഥലത്തിനെ മാന്തോട്ടം തന്നെയാ പറയാ. കാരണം അവിടെ ഒരുപാട് മാവ് ഉണ്ടായിരുന്നു. കുറെ മാവ് എന്ന് വെച്ചാൽ ഒരു 10-50 മാവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയാ മാവ് നട്ടുപിടിക്കുന്നേ? റോയിലും കോളത്തിലുമായിട്ട്. റോ എന്ന് വെച്ചാൽ എന്താ? എങ്ങനെയാ റോ? അറിയോ? ഇങ്ങനെ വരുന്നതാണ് റോ. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതാണ് റോ. വെർട്ടിക്കൽ ആയിട്ട് വരുന്നതാണ് കോളം. ഓക്കെ, അങ്ങനെ എന്താ ചെയ്യുന്നേ? 10 മാംഗോ ട്രീ ഒരു റോയില് 1 2 3 4 5 6 7 8 9 10 മാംഗോ ട്രീസ് ഒരു റോയിൽ വെച്ച് പിടിപ്പിച്ചു. അതേപോലെ നെക്സ്റ്റ് റോയിലും അതേപോലെ 10 മാംഗോ ട്രീസ് വെച്ച് പിടിപ്പിച്ചു. അതേപോലെ 10 റോസ്, അതുപോലുള്ള എത്ര റോസ് ഉണ്ട്? 10 റോസ്. 1 2 3 4 5 6 7 8 9 10.
10 റോയിലായിട്ട് 10 വീതം മാംഗോ ട്രീസ് വെച്ച് പിടിപ്പിച്ചു. അതായത് ഒരു റോയില് 10 മാംഗോ ട്രീ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര മാംഗോ ട്രീസ് ഉണ്ടാവും? 10 റോയിലായിട്ട് 10 മാംഗോ ട്രീസ് വെച്ച് പിടിപ്പിച്ചാൽ ടോട്ടൽ എത്ര മാംഗോ ട്രീസ് ആയിരിക്കും? എത്രയാ ജുവൽ മരിയ? 10 into 10 100. ടോട്ടൽ എത്ര മാംഗോ ട്രീസ് ഉണ്ടാവും? 100 മാംഗോ ട്രീസ്. വെരി ഗുഡ്. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ നേരം എന്താ എഴുതണ്ടേ? 10 into 10 100. ടോട്ടൽ 100 മാംഗോ ട്രീസ്. അടുത്ത ക്വസ്റ്റ്യൻ, fifth one. There are 6 apples on 1 plate. How many apples will be there on 8 such plate? നിങ്ങളുടെ ഡൈനിങ് ടേബിളിന്റെ മേലെ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാല് കുറെ പ്ലേറ്റ് നിരത്തി വെച്ചിട്ട് ഓരോ പ്ലേറ്റിലും 6 ആപ്പിൾസ് വീതം വെച്ചു. കുഞ്ഞാപ്പിൾ ഇല്ലേ, ചെറിയ ആപ്പിള്, അത് 6 എണ്ണം വീതം ഓരോ പ്ലേറ്റിലും വെച്ചു. എത്ര പ്ലേറ്റാ വെച്ചേ? 8 പ്ലേറ്റ്സ് വെച്ചു. ഡൈനിങ് ടേബിളിന്റെ മേലെ 8 പ്ലേറ്റ്സ് നിരത്തി വെച്ചിട്ട് അതിൽ ഓരോന്നിലും 6 ആപ്പിൾസ് വീതം വെച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആപ്പിൾസ് ഉണ്ടാവും അവിടെ? എത്ര ആപ്പിൾസ് ഉണ്ടാവും? എത്രയാ ഹന്ന? 48. എങ്ങനെ കിട്ടിയേ? എങ്ങനെ കിട്ടിയ 48? ഏതൊക്കെ തമ്മിലാ മൾട്ടിപ്ലൈ ചെയ്തേ? പെട്ടെന്ന് പറ. 48 എങ്ങനെ കിട്ടിയെന്ന് പറ. 48 കറക്റ്റ് ആൻസർ തന്നെ. എങ്ങനെയാ 48 കിട്ടിയേ? ഏതൊക്കെയാ മൾട്ടിപ്ലൈ ചെയ്തേ? പെട്ടെന്ന് പറ. ഇല്ലെങ്കിൽ ഞാൻ പറയും, മിസ് പറയും, അമ്മ പറഞ്ഞാന്ന് വിചാരിക്കും. എന്നാ പറ. എന്നാ ഹന്ന പറ, എങ്ങനെയാ 48 കിട്ടിയെന്ന് പറ. അപ്പ അറിയില്ല. ഒന്നിക്കിലും അമ്മ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ചേട്ടായി പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞു തന്നു. ഓക്കെ, വേറെ ആരൊക്കെയോ 48 ഇവിടെ അയച്ചിട്ടുണ്ട്. ഫാത്തിമ മെഹ്റൻ. മെഹ്റന് എങ്ങനെയാ കിട്ടിയേ? 48 എങ്ങനെ കിട്ടിയേ? 48 എങ്ങനെയാ ആൻസർ കിട്ടിയേ പറ. ആൻസർ കറക്റ്റാ. 48 ഇതാ കുറെ പേര് 48 ആൻസർ വെച്ചിട്ടുണ്ട്. 8ഉം 6ഉം ഗുണിച്ചു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഹന്നയ്ക്ക് അങ്ങനെ തന്നെയാണോ കിട്ടിയേ? ആണോ? ഓക്കെ, അപ്പോ 8 പ്ലേറ്റില് 6 ആപ്പിൾസ് വീതം വെച്ചാല് 6നെ നമുക്ക് 8 ടൈംസ് ആഡ് ചെയ്യണം അല്ലേ? 8ഉം 6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എത്ര ആപ്പിൾ ഉണ്ട് ടോട്ടൽ? 48 ആപ്പിൾസ് ആർ there. എഴുതി വെച്ചോ അവിടെ? എഴുതി വെച്ചോ? അപ്പൊ 5 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ബാക്കി 5 എണ്ണത്തിന്റെ ആൻസർ ഇതേപോലെ നിങ്ങൾക്ക് വായിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ചെയ്യാ, ഹോംവർക്ക് ആയിട്ട് ചെയ്യാ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം. ഓക്കെ, ടെക്സ്റ്റ് തന്നെ അതിന്റെ ആൻസർ എഴുതിയിട്ട് അയച്ചു തന്നാൽ മതി. ചെയ്തവര്, കിട്ടാത്തവർക്ക് വിഷമിക്കണ്ട. അടുത്ത ക്ലാസ്സിൽ ആ 5 എണ്ണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചെയ്യാൻ പറ്റുന്നവര് ഹോംവർക്ക് ആയിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് മിസ്സിന് അയച്ചു തരാം. 6th 7th 8th 9th 10th 5 ക്വസ്റ്റ്യൻ. ഓക്കെ, ടെക്സ്റ്റ് തന്നെ ഇതേപോലെ ആൻസർ എഴുതിയിട്ട് തന്നാ മതി. ഓക്കെ, എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? ബൈ.